കാവിക്കൊടിയേന്ത്യ ഭാരതാംബ ചിത്രവിവാദത്തിൽ ഗവർണറെ രേഖാമൂലം എതിർപ്പറിയിച്ച് മുഖ്യമന്ത്രി. ഇത്തരം ബിംബങ്ങൾ ഭരണഘടനാ വിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി കത്തയച്ചു. മുഖ്യമന്ത്രിയുടെ നടപടി വൈകിയെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ കുറ്റപ്പെടുത്തി. വിവാദങ്ങൾക്കിടെ ഗവർണറും പി പ്രസാദും ഒരേ വേദിയിലെത്തി. ഭാരതാംബ വിവാദത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറല്ലാത്ത ഗവർണറോട് നിലപാട് കടുപ്പിക്കുകയാണ് സർക്കാർ. കാവിക്കൊടിയേന്ത്യ ഭാരതാംബ പോലുള്ള ബിംബങ്ങൾ ഭരണഘടനാ വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി ഗവർണർക്ക് കത്തയച്ചു. സർക്കാർ പരിപാടികളിൽ ഇത്തരം ചിത്രങ്ങൾ പാടില്ലെന്നും മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. എന്നാൽ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ നടപടി വൈകിപ്പോയെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ കുറ്റപ്പെടുത്തി. നിലമ്പൂർ പോളിംഗിന്റെ അന്നാണ് ശിവൻകുട്ടി മന്ത്രിയുമായി വിഷയമുണ്ടായത്. അപ്പോഴൊക്കെ മൗനത്തിന്റെ വാത്മീകത്തിലാണ് മുഖ്യമന്ത്രി ഒളിച്ചത്. ഇപ്പോഴാണ് പ്രൊട്ടസ്റ്റ് കൊടുക്കുന്നത്. ഔദ്യോഗികമായൊരു പ്രൊട്ടസ്റ്റ് അന്ന് കൊടുക്കണമായിരുന്നു. രാജ്ഭവനെ രാഷ്ട്രീയ പ്രചരണത്തിനും മതപ്രചരണത്തിനുമുള്ള വേദിയാക്കി മാറ്റരുത്. ഗവർണറുടെ പരിപാടികൾ, ഔദ്യോഗിക പരിപാടികൾ രാഷ്ട്രീയ പ്രചരണത്തിനും മതപ്രചരണത്തിനുമുള്ള വേദികളാക്കി മാറ്റരുത്. രാജ്ഭവനും അതാകരുത്, അദ്ദേഹത്തിന്റെ പരിപാടികളും അങ്ങനെയായി മാറരുത്. വിവാദങ്ങൾക്കിടെ കേരള കാർഷിക സർവകലാശാലയിലെ ബിരുദദാന ചടങ്ങിൽ ഗവർണറും കൃഷിമന്ത്രി പി പ്രസാദും ഒരേ വേദിയിലെത്തി. മന്ത്രി വിശാലമനസ്കനാണെന്നും വിദ്യാർത്ഥികളോടുള്ള ഉത്തരവാദിത്തം കൊണ്ടാണ് തിരക്കുകൾക്കിടയിലും പരിപാടിക്കെത്തിയതെന്നും ഗവർണർ പുകഴ്ത്തി. You have come here to congratulate and be a part of your joy. All those who are sitting here are really joyful in our minds, in our hearts, because you have achieved something. And that is what exactly we are looking for. ആശയപരമായ പ്രശ്നങ്ങളാണ് ഗവർണറുമായി ഉള്ളതെന്നും ബിരുദദാന ചടങ്ങ് തർക്കങ്ങൾക്ക് വേദിയാകാൻ പാടില്ലെന്നും മന്ത്രി പി പ്രസാദ് പറഞ്ഞു. രണ്ടാളുകൾക്കും രണ്ട് ആശയങ്ങൾ തന്നെയായിരിക്കും ഉണ്ടാവുക. സ്വാഭാവികമായിട്ടും അങ്ങനെയാണ്. ഈ ചടങ്ങിൽ പങ്കെടുത്തിരിക്കുന്ന ആയിരക്കണക്കായ ആളുകളുണ്ടല്ലോ, ഇത് ഓരോ പരിപാടികൾക്കകത്തും നമ്മൾ കാണുന്ന ഒരു പ്രത്യേകതയാണല്ലോ. അത്തരം പരിപാടികൾക്കകത്ത് നമ്മൾ പാലിക്കേണ്ടുന്ന ചില രീതികളെല്ലാം ഉണ്ട്. ആ രീതികൾക്കനുസരിച്ച് വേണം അവിടങ്ങളിലും പരിപാടികൾക്കകത്ത് ഇടപെടാനും ആ പരിപാടികളിൽ ചില കാര്യങ്ങൾ വേണം സാക്ഷ്യം പിടിക്കാനുമല്ല. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.